ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 11 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളെ ആസ്പദമാക്കിയുള്ള മോക്ക് ടെസ്റ്റ് ആണ്. ഇതിൽ നിന്ന് ഞാൻ 30 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളൂ, 3 ഓപ്ഷൻസും. ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ ആൻസറും മോക്ക് ടെസ്റ്റും ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൂടി നിങ്ങൾ നോക്കുക. ഇനി നമുക്ക് ടെസ്റ്റിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: ഞാൻ അല്പം എന്ത് സംസാരിക്കുന്നത് നിങ്ങൾ സഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് സ്ലീഹ പറഞ്ഞത്. ഓപ്ഷൻ എ ഭോഷത്വം, ഓപ്ഷൻ ബി വിഡ്ഢിത്തം, ഓപ്ഷൻ സി ആത്മപ്രശംസ, ഓപ്ഷൻ ഡി ജ്ഞാനം. ഉത്തരം ഓപ്ഷൻ എ ഭോഷത്വം. രണ്ടാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ഡാഷിലും വിശുദ്ധിയിൽ നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഓപ്ഷൻ എ പ്രവൃത്തിയിലും, ഓപ്ഷൻ ബി വിശ്വാസത്തിലും, ഓപ്ഷൻ സി ലാളിത്യത്തിലും, ഓപ്ഷൻ ഡി മഹത്വത്തിലും. ഉത്തരം ഓപ്ഷൻ സി ലാളിത്യത്തിലും. മൂന്നാമത്തെ ചോദ്യം: എന്തിൽ ഞാൻ പിന്നോക്കമല്ല എന്നാണ് സ്ലീഹ പറഞ്ഞത്. ഓപ്ഷൻ എ വിശ്വാസത്തിൽ, ഓപ്ഷൻ ബി അറിവിൽ, ഓപ്ഷൻ സി പ്രവൃത്തിയിൽ, ഓപ്ഷൻ ഡി വിശുദ്ധിയിൽ. ഉത്തരം ഓപ്ഷൻ ബി അറിവിൽ. നാലാമത്തെ ചോദ്യം: കൊറിന്തോസുകാരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി ആരിൽ നിന്ന് സഹായം സ്വീകരിച്ചുകൊണ്ട് അവരെ കവർച്ച ചെയ്യുകയായിരുന്നു എന്നാണ് സ്ലീഹ പറഞ്ഞത്. ഓപ്ഷൻ എ മറ്റു സഭകളിൽ നിന്ന്, ഓപ്ഷൻ ബി മക്കദോനിയയിൽ നിന്ന്, ഓപ്ഷൻ സി ത്രോവാസിൽ നിന്ന്, ഓപ്ഷൻ ഡി ജെറുസലേമിൽ നിന്ന്. ഉത്തരം ഓപ്ഷൻ എ മറ്റു സഭകളിൽ നിന്ന്. അഞ്ചാമത്തെ ചോദ്യം: കൊറിന്തോസുകാർ ആരോട് സന്തോഷപൂർവ്വം സഹിഷ്ണുത കാണിക്കാറുണ്ടല്ലോ എന്നാണ് സ്ലീഹ പറഞ്ഞത്. ഓപ്ഷൻ എ നിങ്ങളുടെ മുഖത്ത് അടിക്കുന്നവരോട്, ഓപ്ഷൻ ബി നിങ്ങളെ ചൂഷണം ചെയ്യുന്നവരോട്, ഓപ്ഷൻ സി വിഡ്ഢികളോട്, ഓപ്ഷൻ ഡി നിങ്ങളെ അടിമകളാക്കുന്നവരോട്. ഉത്തരം ഓപ്ഷൻ സി വിഡ്ഢികളോട്. ആറാമത്തെ ചോദ്യം: 11:22 വാക്യമനുസരിച്ച് സ്ലീഹ ആരാണ് എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ ഹെബ്രായൻ, ഓപ്ഷൻ ബി യേശുവിൻ്റെ അപ്പസ്തോലൻ, ഓപ്ഷൻ സി അബ്രാഹത്തിൻ്റെ സന്തതികൾ, ഓപ്ഷൻ ഡി ഇസ്രായേൽക്കാർ. ഉത്തരം ഓപ്ഷൻ ബി യേശുവിൻ്റെ അപ്പസ്തോലൻ. ഏഴാമത്തെ ചോദ്യം: സ്ലീഹ എത്ര പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് ഒന്ന് കുറയെ 40 അടി വീതം കൊണ്ടു? ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 7. ഉത്തരം ഓപ്ഷൻ എ 5. എട്ടാമത്തെ ചോദ്യം: സ്ലീഹ എത്ര പ്രാവശ്യം കപ്പലപകടത്തിൽപ്പെട്ടു? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 9, ഓപ്ഷൻ സി 6, ഓപ്ഷൻ ഡി 5. ഉത്തരം ഓപ്ഷൻ എ 3. ഒമ്പതാമത്തെ ചോദ്യം: 11:31 വാക്യമനുസരിച്ച് എങ്ങനെയുള്ള ദൈവം അറിയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ സ്വർഗത്തിൽ വസിക്കുന്ന കർത്താവായ യേശുവിൻ്റെ ദൈവം, ഓപ്ഷൻ ബി കർത്താവായ യേശുവിൻ്റെ ദൈവവും പിതാവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമായ ദൈവം, ഓപ്ഷൻ സി കർത്താവായ യേശുവിൻ്റെ ദൈവവും പിതാവും എന്നേക്കും വാഴുന്നവനുമായ ദൈവം, ഓപ്ഷൻ ഡി കർത്താവായ യേശുവിൻ്റെ ദൈവവും പിതാവും എന്നേക്കും ജീവിക്കുന്നവനുമായ ദൈവം. ഉത്തരം ഓപ്ഷൻ ബി കർത്താവായ യേശുവിൻ്റെ ദൈവവും പിതാവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമായ ദൈവം. പത്താമത്തെ ചോദ്യം: ആരുടെ ദേശാധിപതിയാണ് സ്ലീഹായെ പിടികൂടുന്നതിന് വേണ്ടി ദമാസ്കസ് നഗരത്തിന് കാവൽ ഏർപ്പെടുത്തിയത്? ഓപ്ഷൻ എ അരേത്തേസ് രാജാവിൻ്റെ, ഓപ്ഷൻ ബി അഗ്രപ്പ രാജാവിൻ്റെ, ഓപ്ഷൻ സി പീലിപ്പോസ് രാജാവിൻ്റെ, ഓപ്ഷൻ ഡി പീലാത്തോസ് രാജാവിൻ്റെ. ഉത്തരം ഓപ്ഷൻ എ അരേത്തേസ് രാജാവിൻ്റെ. 11ാമത്തെ ചോദ്യം: 12:1 വാക്യമനുസരിച്ച് സ്ലീഹായ്ക്ക് എന്ത് ചെയ്യാൻ പലതുമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ ഉത്കണ്ഠപ്പെടാൻ, ഓപ്ഷൻ ബി പ്രസംഗിക്കാൻ, ഓപ്ഷൻ സി ആത്മപ്രശംസ ചെയ്യാൻ, ഓപ്ഷൻ ഡി പ്രവർത്തിക്കാൻ. ഉത്തരം ഓപ്ഷൻ സി ആത്മപ്രശംസ ചെയ്യാൻ. 12ാമത്തെ ചോദ്യം: എത്ര വർഷം മുമ്പ് 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാമെന്നാണ് സ്ലീഹ പറഞ്ഞത്? ഓപ്ഷൻ എ 7, ഓപ്ഷൻ ബി 14, ഓപ്ഷൻ സി 12, ഓപ്ഷൻ ഡി 9. ഉത്തരം ഓപ്ഷൻ ബി 14. 13ാമത്തെ ചോദ്യം:
14 വർഷം മുമ്പ് 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ആ മനുഷ്യൻ എന്തൊക്കെ കേട്ടു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ഓപ്ഷൻ എ, മനുഷ്യാത്മാക്കളുടെ നെടുവീർപ്പുകൾ. ഓപ്ഷൻ ബി, ഇടിമുഴക്കവും കാഹളധ്വനിയും. ഓപ്ഷൻ സി, മിന്നൽ പിണരുകളുടെയും സ്തുതികളുടെയും ശബ്ദം. ഓപ്ഷൻ ഡി, അവാച്യവും മനുഷ്യന് വിവരിച്ചുകൂടാത്തതുമായ കാര്യങ്ങൾ. ഉത്തരം ഓപ്ഷൻ ഡി, അവാച്യവും മനുഷ്യന് വിവരിച്ചുകൂടാത്തതുമായ കാര്യങ്ങൾ. 14-ാമത്തെ ചോദ്യം. ശ്ലീഹ എന്തുകൊണ്ടാണ് ആത്മപ്രശംസ ഒഴിവാക്കുന്നത്? ഓപ്ഷൻ എ, ശ്ലീഹായുടെ ബലഹീനതകൾ ആരും അറിയാതിരിക്കുന്നതിന്. ഓപ്ഷൻ ബി, അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കേണ്ടതിന്. ഓപ്ഷൻ സി, എന്നിൽ കാണുകയും എന്നിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്നതിൽ അധികമായി ആരും ശ്ലീഹായെപ്പറ്റി വിചാരിക്കാതിരിക്കേണ്ടതിന്. ഓപ്ഷൻ ഡി, സത്യം മാത്രം സംസാരിക്കുന്നതിനു വേണ്ടി. ഉത്തരം ഓപ്ഷൻ സി, എന്നിൽ കാണുകയും എന്നിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്നതിൽ അധികമായി ആരും ശ്ലീഹായെപ്പറ്റി വിചാരിക്കാതിരിക്കേണ്ടതിന്. 15-ാമത്തെ ചോദ്യം. വെളിപാടുകളുടെ ആധിക്യത്താൽ ശ്ലീഹ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ എന്തു നൽകിയിരിക്കുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ഓപ്ഷൻ എ, മുള്ള്. ഓപ്ഷൻ ബി, വേദന. ഓപ്ഷൻ സി, വ്രണം. ഓപ്ഷൻ ഡി, മുറിവ്. ഉത്തരം ഓപ്ഷൻ എ, മുള്ള്. 16-ാമത്തെ ചോദ്യം. പിശാചിന്റെ ദൂതൻ ശ്ലീഹായെ വിട്ടകലാൻ വേണ്ടി എത്ര പ്രാവശ്യം ശ്ലീഹ കർത്താവിനോട് അപേക്ഷിച്ചു? ഓപ്ഷൻ എ 6. ഓപ്ഷൻ ബി 1. ഓപ്ഷൻ സി 3. ഓപ്ഷൻ ഡി 5. ഉത്തരം ഓപ്ഷൻ സി 3. 17-ാമത്തെ ചോദ്യം. ക്രിസ്തുവിൻ്റെ എന്ത് എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ഓപ്ഷൻ എ, ക്രിസ്തുവിൻ്റെ സ്നേഹം. ഓപ്ഷൻ ബി, ക്രിസ്തുവിൻ്റെ ശക്തി. ഓപ്ഷൻ സി, ക്രിസ്തുവിൻ്റെ അനുഗ്രഹം. ഓപ്ഷൻ ഡി, ക്രിസ്തുവിൻ്റെ കാരുണ്യം. ഉത്തരം ഓപ്ഷൻ ബി, ക്രിസ്തുവിൻ്റെ ശക്തി. 18-ാമത്തെ ചോദ്യം. ഞാൻ എന്തായി പോയതിന് നിങ്ങളാണ് കാരണക്കാർ എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ഓപ്ഷൻ എ, ഭോഷനായി. ഓപ്ഷൻ ബി, ആത്മപ്രശംസക്കാരനായി. ഓപ്ഷൻ സി, ബലഹീനനായി. ഓപ്ഷൻ ഡി, ബുദ്ധിമാനായി. ഉത്തരം ഓപ്ഷൻ എ, ഭോഷനായി. 19-ാമത്തെ ചോദ്യം. തെളിവുകളോടും അത്ഭുതങ്ങളോടും ശക്തികളോടും കൂടെ എല്ലാ തരത്തിലുമുള്ള സഹനങ്ങളിലും ആർക്ക് ചേർന്ന അടയാളങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെട്ടു? ഓപ്ഷൻ എ, ഒരു അപ്പസ്തോലന്. ഓപ്ഷൻ ബി, ഒരു സുവിശേഷ പ്രഘോഷകന്. ഓപ്ഷൻ സി, ഒരു അറിവുള്ളവന്. ഓപ്ഷൻ ഡി, ഒരു കർത്താവിൻ്റെ ദാസന്. ഉത്തരം ഓപ്ഷൻ എ, ഒരു അപ്പസ്തോലന്. 20-ാമത്തെ ചോദ്യം. ശ്ലീഹ എങ്ങനെ കൊറിന്തോസുകാരുടെ ആത്മാക്കൾക്ക് വേണ്ടി ശ്ലീഹായ്ക്കുള്ളതെല്ലാം ചിലവഴിക്കുകയും ശ്ലീഹായെ തന്നെ സമർപ്പിക്കുകയും ചെയ്തു? ഓപ്ഷൻ എ, സന്തോഷത്തോടെ. ഓപ്ഷൻ ബി, അത്യധികം ആഹ്ലാദത്തോടെ. ഓപ്ഷൻ സി, അതീവ സന്തോഷത്തോടെ. ഓപ്ഷൻ ഡി, ആഹ്ലാദത്തോടെ. ഉത്തരം ഓപ്ഷൻ സി, അതീവ സന്തോഷത്തോടെ. 21-ാമത്തെ ചോദ്യം. ഒരേ ആത്മാവിലല്ലേ ഞങ്ങൾ പ്രവർത്തിച്ചത്? ഒരേ ഡാഷിലല്ലേ ഞങ്ങൾ നടന്നത്? ഓപ്ഷൻ എ, ഒരേ പാതയിലല്ലേ. ഓപ്ഷൻ ബി, ഒരേ വഴിയിലല്ലേ. ഓപ്ഷൻ സി, ഒരേ വീതിയിലല്ലേ. ഓപ്ഷൻ ഡി, ഒരേ മാർഗത്തിലല്ലേ. ഉത്തരം ഓപ്ഷൻ എ, ഒരേ പാതയിലല്ലേ. 22-ാമത്തെ ചോദ്യം. 12-11 വാക്യമനുസരിച്ച് ആര് ശ്ലീഹായെ പ്രശംസിക്കേണ്ടവരായിരുന്നു? ഓപ്ഷൻ എ, അപ്പസ്തോലന്മാർ. ഓപ്ഷൻ ബി, മറ്റു സഭക്കാർ. ഓപ്ഷൻ സി, കൊറിന്തോസ് സഭക്കാർ. ഓപ്ഷൻ ഡി, മക്കതോനിയക്കാർ. ഉത്തരം ഓപ്ഷൻ സി, കൊറിന്തോസ് സഭക്കാർ. 23-ാമത്തെ ചോദ്യം. ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ എൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ മുമ്പിൽ എന്തു ചെയ്യുമോ എന്ന് എനിക്ക് ഭയമുണ്ട് എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ഓപ്ഷൻ എ, ധൈര്യപ്പെടുത്തുമോ. ഓപ്ഷൻ ബി, ശക്തിപ്പെടുത്തുമോ. ഓപ്ഷൻ സി, ദുർബലപ്പെടുത്തുമോ. ഓപ്ഷൻ ഡി, എളിമപ്പെടുത്തുമോ. ഉത്തരം ഓപ്ഷൻ ഡി, എളിമപ്പെടുത്തുമോ. 24-ാമത്തെ ചോദ്യം. എത്ര സാക്ഷികളുടെ മൊഴിയിന്മേൽ ഏതു കാര്യവും സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു? ഓപ്ഷൻ എ, 1 3. ഓപ്ഷൻ ബി, 3 4. ഓപ്ഷൻ സി, 1 2.
ഓപ്ഷൻ ഡി 2 3. ഉത്തരം ഓപ്ഷൻ ഡി 2 3. 25-ാമത്തെ ചോദ്യം. എൻ്റെ 2ാം സന്ദർശന വേളയിൽ ഞാൻ ചെയ്തതുപോലെ ഇപ്പോൾ എൻ്റെ അസാന്നിധ്യത്തിലും നേരത്തെ പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും എന്തു നൽകുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ഓപ്ഷൻ എ ശിക്ഷ, ഓപ്ഷൻ ബി താക്കീത്, ഓപ്ഷൻ സി മുന്നറിയിപ്പ്, ഓപ്ഷൻ ഡി ഉപദേശം. ഉത്തരം ഓപ്ഷൻ ബി താക്കീത്. 26-ാമത്തെ ചോദ്യം. ക്രിസ്തു ബലഹീനതയിൽ എന്തു ചെയ്യപ്പെട്ടു? ഓപ്ഷൻ എ മരണപ്പെട്ടു, ഓപ്ഷൻ ബി ബലഹീനനായി, ഓപ്ഷൻ സി ക്രൂശിക്കപ്പെട്ടു, ഓപ്ഷൻ ഡി ശക്തിപ്പെട്ടു. ഉത്തരം ഓപ്ഷൻ സി ക്രൂശിക്കപ്പെട്ടു. 27-ാമത്തെ ചോദ്യം. എന്ത് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ എന്നാണ് ശ്ലീഹ ചോദിച്ചത്? ഓപ്ഷൻ എ ക്രിസ്തുവിൻ്റെ അനുഗ്രഹം നിങ്ങളിലുണ്ട്, ഓപ്ഷൻ ബി ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളിലുണ്ട്, ഓപ്ഷൻ സി ക്രിസ്തുവിൻ്റെ കാരുണ്യം നിങ്ങളിലുണ്ട്, ഓപ്ഷൻ ഡി യേശുക്രിസ്തു നിങ്ങളിലുണ്ട്. ഉത്തരം ഓപ്ഷൻ ഡി യേശുക്രിസ്തു നിങ്ങളിലുണ്ട്. 28-ാമത്തെ ചോദ്യം. ഞങ്ങൾ എന്തിൽ വിജയിച്ചവരായി കാണപ്പെടണമെന്നില്ല എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ഓപ്ഷൻ എ പരീക്ഷയിൽ, ഓപ്ഷൻ ബി പ്രലോഭനങ്ങളിൽ, ഓപ്ഷൻ സി പാപസാഹചര്യങ്ങളിൽ, ഓപ്ഷൻ ഡി ജീവിതത്തിൽ. ഉത്തരം ഓപ്ഷൻ എ പരീക്ഷയിൽ. 29-ാമത്തെ ചോദ്യം. 13:9 വാക്യമനുസരിച്ച് എന്തിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ഓപ്ഷൻ എ ഞങ്ങൾ ദുഃഖിതരും നിങ്ങൾ സന്തോഷരും ആയിരിക്കുമ്പോൾ, ഓപ്ഷൻ ബി ഞങ്ങൾ പരാജിതരും നിങ്ങൾ വിജയികളും ആയിരിക്കുമ്പോൾ, ഓപ്ഷൻ സി ഞങ്ങൾ ദുർബലരും നിങ്ങൾ ശക്തരുമായിരിക്കുമ്പോൾ, ഓപ്ഷൻ ഡി ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ബലവാന്മാരുമായിരിക്കുമ്പോൾ. ഉത്തരം ഓപ്ഷൻ ഡി ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ബലവാന്മാരുമായിരിക്കുമ്പോൾ. 30-ാമത്തെ ചോദ്യം. 13-ാം അധ്യായത്തിലെ അവസാനത്തെ വാക്യമേത്? ഓപ്ഷൻ എ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഓപ്ഷൻ ബി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും കാരുണ്യവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഓപ്ഷൻ സി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഉത്തരം ഓപ്ഷൻ എ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക് ഇടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.